വളരെ ശാന്തനാണ്, എന്നാൽ ധീരനാണ്, ഉദാരനാണ് എന്തെല്ലാം നമുക്ക് ഒരു വ്യക്തിയുടെ പൂർണ്ണതയ്ക്ക് വിശേഷണങ്ങളായിട്ട് പറയാവോ, അതെല്ലാം നമുക്ക് ഒട്ടും ആലോചിക്കാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാം. വിനയം കാണിക്കേണ്ടയിടത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ വിനയമായിരുന്നു. ധീരത കാണിക്കേണ്ടയിടത്ത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ധീരതയായിരുന്നു. അങ്ങനെ എന്തെല്ലാമാണോ ഗുണങ്ങൾ, അറിവ് പ്രകടമാകേണ്ടിടത്ത് അത്, തത്വജ്ഞാനം അല്ലെങ്കിൽ തന്ത്രപരമായ ഇടപെടൽ പ്രകടമാകേണ്ടിടത്ത് അത്, ഇങ്ങനെയെല്ലാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അബ്ദുല്ലാഹിബ്ന് അബി ഖുഹാഫ. അബൂ ഖുഹാഫയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഖദീജ റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. മാ ദഅവതു അഹദൻ ഇലൽ ഇസ്ലാമി ഇല്ലാ കാനത് ലഹു അൻഹു കബുവത്തുൻ വതറദ്ദുദുൻ വനദ്റുൻ ഇല്ലാ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു. ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് ആലോചിച്ചു, ഒരൽപ്പം ചിന്തിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് മാത്രം ഒരു ക്ഷണം നേരം ആലോചിച്ചില്ല, ഒരൽപ്പം പോലും ചിന്തിച്ചില്ല, ഒന്ന് അമാന്തിച്ചിട്ടില്ല. എൻ്റെ വാക്കിനെ അങ്ങനെ ആ ക്ഷണത്തിൽ സ്വീകരിച്ച ഒരു മനുഷ്യൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് മനസ്സിലാക്കുക. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാം. സിദ്ദീഖ് എന്ന പേര് വന്നത് തന്നെ എന്തുകൊണ്ടാണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജിനെ കുറിച്ച് മക്കയിൽ വാർത്ത പരന്നപ്പോൾ ചിലരൊക്കെ പരിഹാസ രൂപത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇതും നീ വിശ്വസിക്കുവോ എന്നാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഇൻ ഖാല ലഖദ് സദഖ. നബി അത് പറഞ്ഞോ, ഒരു സംശയമില്ല, അത് സത്യമാണ്. അതിനകത്ത് പിന്നെ എനിക്കൊന്നും ആലോചിക്കാനില്ല. ഒരു മനുഷ്യൻ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ടെത്തുന്നു. അവിടെ നിന്ന് 7 ആകാശങ്ങളും കടന്ന് സ്വർഗവും നരകവും എല്ലാം കണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം അറിഞ്ഞ് അവിടെ നിന്ന് മടങ്ങി വരുന്നു, നമസ്കാരം എന്ന് പറയുന്ന വലിയ നിഅമത്തുമായിട്ട്. ഇങ്ങനെ ഒരു വലിയ മഹാത്ഭുതം നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വർത്തമാനം എത്രയുമാണ്. ലൈൻ ഖാല, നബി അങ്ങനെ പറഞ്ഞോ, ലഖദ് സദഖ. എനിക്കൊന്നും പിന്നെ ആലോചിക്കാനില്ല, ഞാനത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. അതാണ് മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാമി ഇല്ലാ കാനത് ലഹു അൻഹു കബുവത്തുൻ വതറദ്ദുദുൻ വനദ്റുൻ ഇല്ലാ അബൂബക്കറിൻ മാ അതമ അൻഹു ഹീന ദകർതുഹു വമാ തറദ്ദദ ഫീ. ഞാൻ പറഞ്ഞപ്പോൾ ഒരല്പം ആലോചിച്ചില്ല, ചിന്തിച്ചില്ല, അപ്പോൾ തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചു. അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലെ ഒരു സംഭവം നമുക്കിങ്ങനെ കാണാം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകും. ഒരേ വഴിയിലേക്ക് തന്നെയാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരിക്കൽ പിറകെ പോകുമ്പോൾ കാണുന്നത് ഒരു ചെറിയ കുടിലിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്ന് കയറുന്നുണ്ട്. കുറേ സമയം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുമുണ്ട്. ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം കാണാതെ ആ വീട്ടിലേക്ക് കയറി. അപ്പോൾ അവിടെ ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്, കൂടെ കുറച്ച് സ്ത്രീകളും വേറെയുമുണ്ട്. ഞാൻ അന്ധയായ വൃദ്ധയുമാണ്, അന്ധയുമാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതാണ്, ഇതെൻ്റെ മക്കളാണ്. അപ്പോൾ ആരാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്, നിങ്ങൾ എന്തിനാണ് വരുന്നത് എന്ന് ചോദിച്ചു. ആരാണ് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എല്ലാ ദിവസവും വരാറുണ്ട്, വന്ന് എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തിയിട്ട് പോകാറുണ്ട്. എൻ്റെ വീട് അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കിയിടും. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരങ്ങൾ എല്ലാം തയ്യാറാക്കും. ഞങ്ങളുടെ ആടുകളെ കറക്കും. ഇതെല്ലാം ചെയ്ത് അദ്ദേഹം മടങ്ങിപ്പോവും. ഇതാരാണ് വ്യക്തി എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണ്. ഇങ്ങനെ
വളരെ രഹസ്യമായി ആരും അറിയാതെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന, ഒറ്റപ്പെട്ടു പോയ, പരിചരിക്കാനോ വീട്ടുകാര്യങ്ങൾ നടത്താനോ ആരുമില്ലാതായി പോയ വീടുകളിലേക്ക് കടന്നു ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ദിനേന ചെയ്തു കൊടുത്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതഅബ്തൽ ഖുലഫാഅ മിൻ ബഅദിക യാ അബൂബക്കർ ഫബകാ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ വർത്താനം കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞുപോയി. കരഞ്ഞിട്ട് പറഞ്ഞു, താങ്കൾക്ക് ശേഷം വരുന്ന ഖലീഫമാരെ എല്ലാം താങ്കൾ വലിയ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പിറകെ വരുന്ന ഒരാൾക്ക് കഴിയില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ഇത് പിന്തുടരാൻ, ഇത് നിലനിർത്താൻ ആർക്ക് കഴിയുമെന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആത്മഗതം ചെയ്തതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് സഹാബാക്കൾ പല അവസ്ഥകളിലാണ്. ഉമർ റളിയല്ലാഹു അൻഹുക്ക് ആകെ ക്ഷോഭിച്ചു നിൽക്കുന്ന സമയമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പോൾ സ്ഥലത്തില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം ഒന്ന് കയറി കാണുന്നുണ്ട്. എന്നിട്ട് തിബ്ത ഹയ്യൻ വ മയ്യിത, അങ്ങ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഏറ്റവും പരിശുദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ വഫാത്തിന് ശേഷവും അങ്ങ് പരിശുദ്ധൻ തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന മിൻകും യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്രയായിപ്പോയി. വമൻ ഖാന യഅ്ബുദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും അള്ളാഹിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അള്ളാഹു ഇനിയും ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു ഹയാത്തോടുകൂടിയുണ്ട് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയും തുടർന്ന് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും ഫമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ വസയജ്സില്ലാഹു ശാകിരീൻ എന്ന് തുടങ്ങുന്ന സൂറത്തു ആല ഇംറാനിലെ 144 ആയത്ത് പാരായണം ചെയ്തു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുമ്പും പല പ്രവാചകന്മാരും വന്നു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം മരിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്രയായി പോയത്. അഫഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും, ആ പ്രവാചകൻ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദീനും ഒഴിവാക്കി മടങ്ങി പഴയതിലേക്ക് പോവുകയാണോ എന്ന ആശയം വരുന്ന ആയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ആയത്ത് അന്നാണ് കേട്ടത് എന്നെനിക്ക് തോന്നിപ്പോയി. അതിനു മുമ്പ് അങ്ങനെ ഒരു ആയത്ത് ഞാൻ കേട്ടിട്ടില്ലാത്തതുപോലെ, അപ്പോൾ ഇറങ്ങിയതുപോലെ. കാരണം ആ സന്ദർഭത്തിന് ഏറ്റവും പാകപ്പെട്ട ആയത്ത് കൃത്യമായി ഓതുകയും ആശങ്കയിൽ, വ്യാകുലതയിൽ, അങ്കലാപ്പിൽ നിൽക്കുന്ന സഹാബി സമൂഹത്തെ ഒരൊറ്റ ആയത്ത് കൊണ്ട് ഒന്നാക്കി ചേർത്ത് നിർത്താൻ കഴിയുകയും ചെയ്ത അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്ദർഭികമായ ഇടപെടൽ അത്ര അത്ഭുതകരമായിരുന്നു. ഇങ്ങനെ സന്ദർഭങ്ങളിൽ, വേണ്ടുന്ന സന്ദർഭങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാര്യക്ഷമമായി ഇടപെട്ടതിൻ്റെ അനേകം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി നിശ്ചയിച്ചുകൊണ്ട് അവസാന സമയത്ത് പറയുന്ന ചില വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്നി അദ്ഉക ഇലാ അംറിൻ മുതഇമൻ ലിമൻ വലിയഹു. വളരെ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു ജോലിയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ അധികാരവും സ്ഥാനവും ജനങ്ങളുടെ ഇടയിൽ ഒരു അംഗീകാരവും സ്വീകാര്യതയും ഒക്കെയാണ് അധികാരമെന്ന് വിചാരിക്കുന്ന ഈ സമൂഹത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിനൊക്കെ വലിയ പ്രസക്തിയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളെ വല്ലാതെ തളർത്തിക്കളയുന്ന ഗൗരവമായ വലിയ ബാധ്യതയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഫഇന്ന തഖിയ ആമിനുൻ മഹ്ഫൂദുൻ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള സുരക്ഷ അയാൾക്ക് ലഭിക്കും. അയാൾക്ക് നിർഭയമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഖിലാഫത്ത് അഥവാ ഭരണപരമായ ചുമതല, സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് നടത്താൻ ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടായേണ്ടത് തഖ്വയാണ്. തഖ്വയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കും. അള്ളാഹു അവരുടെ കാര്യങ്ങൾ
സുരക്ഷയിലാക്കി കൊടുക്കും. ആ നിലയിൽ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മുത്തഖികൾക്ക് കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നതാണ് ഭരണപരമായ ചുമതലകൾ. സുമ്മ ഇന്നൽ അംറ മഅറൂദുൻ ലാ യസ്തൗജിബുഹു ഇല്ലാ മൻ അമില ബിഹി. ഈ കാര്യം, ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം അറിഞ്ഞതുകൊണ്ട് പലരും അതിനെ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകാനാണ് സാധ്യത. നിർബന്ധപൂർവ്വം അത് ഏൽപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഫമൻ അമറ ബിൽ ഹഖി വഅമില ബിൽ ബാതിൽ വഅമറ ബിൽ മഅറൂഫി വഅമില ബിൽ മുൻകർ യൂശകു അൻ തൻഖതിഅ ഉംനിയതുഹു. നല്ല കാര്യം ജനങ്ങളോട് പറയുകയും തെറ്റായ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ, തെറ്റുകൾ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ തെറ്റുകൾ ഖലീഫമാർ അഥവാ ഭരണാധികാരികൾ ചെയ്യുകയും ചെയ്താൽ അവർ പ്രതീക്ഷിക്കുന്ന പോലെ സമൂഹത്തെ നയിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പം നല്ല കാര്യങ്ങൾ സമൂഹത്തിനോട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, അവരതിൻ്റെ ഒന്നാമതായി പ്രയോഗിക്കുന്നവർ, നടപ്പിലാക്കുന്നവരാകണം. മോശമായ കാര്യങ്ങൾ വിലക്കുന്നുണ്ടെങ്കിൽ അവരത് ജീവിതത്തിൽ പാലിക്കുന്നവരുമാകണം. ജനങ്ങളോട് പറയുകയും എതിരായി പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് സമൂഹത്തെ കൃത്യമായി നയിക്കാൻ കഴിയില്ല, അവർ പരാജയപ്പെട്ടു പോകും. എന്ന് മാത്രമല്ല, അവർ ചെയ്യുന്ന ഈ വലിയ സേവനത്തിൻ്റെ പ്രതിഫലം അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് താങ്കൾ ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുകയാണെങ്കിൽ അവരുടെ രക്തത്തിൻ്റെ കറ നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും പറ്റാതെ നോക്കണം. ഒരു മനുഷ്യൻ്റെയും രക്തക്കറ ഉമറെ നിങ്ങളുടെ കയ്യിൽ പറ്റരുത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വതസ്ഫിറ ബത്നക മിൻ അംവാലിഹിം. ഒരു മനുഷ്യൻ്റെ കയ്യിലൊന്നും ഒരു പൈസ കൊണ്ടും നിങ്ങളുടെ വയറ് നിറയരുത്, നിങ്ങളുടെ വയറ് കാലിയായിരിക്കണം. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടേ തിന്നാനുള്ളൂ എങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കുകയാണ് വേണ്ടത്. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നിട്ട് ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാമെന്ന് ഉമറെ നിങ്ങൾ വിചാരിച്ച് കളയരുത്. വഅന്തജിഫ ലിസാനുക മിൻ അറാദിഹിം. ഒരിക്കലും നിങ്ങളുടെ കീഴിലുള്ള ആൾക്കാരെക്കുറിച്ച് അവരെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വർത്തമാനവും നിങ്ങൾ പറയരുത്. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഫഫ്അൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് ഒരു സമൂഹത്തിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ നേതൃപരമായ ഉത്തരവാദിത്വം എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകനായ മുഹമ്മദ് അൽ ഹനഫിയ ആരാണ് ഏറ്റവും മഹാനായ വ്യക്തി എന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് തന്നെ പറഞ്ഞു, ഖൈറു ഹാദിഹിൽ ഉമ്മ അബൂബക്കറാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ മകൻ വീണ്ടും ചോദിച്ചു, സുമ്മ മൻ, പിന്നെ ആരാണ് ഏറ്റവും മഹാനെന്ന് ചോദിച്ചപ്പോൾ ഉമർ എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ഇന്നലെ മിനിങ്ങാന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പല സഹാബാക്കളുടെയും വാക്കുകൾ. ഞങ്ങൾ സഹാബാക്കളിൽ ഏറ്റവും മഹാനായി കണ്ടിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയാണ്. അതിനുശേഷം എല്ലാവരും ഞങ്ങൾക്ക് തുല്യരായിരുന്നു, തമ്മിൽ വ്യത്യാസം ആരിലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പല സഹാബാക്കളുടെയും വാക്കുകൾ നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന അമന്നന്നാസി അലയ്യ ഫീ മാലിഹി വസുഹ്ബതിഹി അബൂബക്കർ. എന്നോടുള്ള സഹവാസം കൊണ്ട് ഏറ്റവും വലിയ ഉപകാരം ചെയ്തത്, സമ്പത്ത് കൊണ്ട് എന്നോട് ഏറ്റവും വലിയ ഉപകാരം ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ലാ തുഹർരികുൽ അവാസിഫ്. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ഇളകാത്ത മനുഷ്യനാണത്. ലാ തുഹർരികുൽ അവാസിഫ്, കൊടുങ്കാറ്റിൽ ഇളകാത്ത മനുഷ്യനാണ്. വലാ തുസീലുഹുൽ ഖവാസിഫ്, എത്ര വലിയ പ്രതിസന്ധി വന്നാലും അദ്ദേഹത്തെ നിലപാടിൽ നിന്നും മാറ്റാൻ കഴിയില്ല, അങ്ങനത്തെ മനുഷ്യനാണത്. എന്നാൽ മുതവാദിഅൻ ഫീ നഫ്സി, അദ്ദേഹം വളരെ വിനയാന്വിതനാണ്, വ്യക്തിപരമായി വളരെ വിനയാന്വിതനാണ്. അദീമൻ ഇൻദ റബ്ബി, റബ്ബിൻ്റെ അടുക്കൽ വലിയ മഹാനുമാണ് അദ്ദേഹം. അഖറബുന്നാസി ഇൻദഹു അത്വഉഹും ലില്ലാഹി വഅത്ഖാഹും. അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച ആൾക്കാരെയാണ്. അങ്ങനെയുള്ളവരെയാണ് അദ്ദേഹം സ്നേഹിക്കുകയും അടുത്ത് നിർത്തുകയും ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്തത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു.
ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന് 7 വാതിലുകളാണ്. ഓരോരോ വാതിലുകളിലൂടെ ഓരോരുത്തർ വിളിക്കപ്പെടും. ഓരോ അമൽ ചെയ്തവർ, മൻകാന മിൻ അഹ്ലി സിയാമി, നോമ്പിൻ്റെ ആൾക്കാരെ നോമ്പിൻ്റെ കവാടത്തിലൂടെ വിളിക്കപ്പെടും. നമസ്കാരം കൂടുതൽ നിർവഹിച്ചിരുന്ന ആൾക്കാരെ അതിൻ്റെ വാതിലൂടെ വിളിക്കപ്പെടും. സദഖ ചെയ്ത ആൾക്കാരെ അതിൻ്റെ വാതിലൂടെ വിളിക്കപ്പെടും. ജിഹാദിൻ്റെ ആൾക്കാരെ അതിൻ്റെ വാതിലൂടെ വിളിക്കപ്പെടും. ഇങ്ങനെ പ്രത്യേകമായ അമൽ ചെയ്ത ആൾക്കാർക്കെല്ലാം ഓരോ എൻട്രൻസ് ആണ് സ്വർഗത്തിൽ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ, ഈ സ്വർഗത്തിൻ്റെ മുഴുവൻ വാതിൽ നിന്നും ഒരാളെ വിളിക്കപ്പെടേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ 8 വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർജു അൻ തകൂന മിൻഹു, നീ ആ കൂട്ടത്തിലാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിന് മുമ്പിൽ, നോമ്പുകാരുടെ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിന് മുമ്പിൽ, സദഖയുടെ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിന് മുമ്പിൽ ഏതെല്ലാം അമലുകളുണ്ടോ, ഏതെല്ലാം അമലുകളാണോ ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ടത്, ആ മുഴുവൻ അമലുകളിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു, അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. അതുകൊണ്ട് 8 വാതിലിലൂടെയും നാളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ പോകുന്ന മനുഷ്യനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇന്ന് ആരുണ്ട് ഒരു രോഗിയെ സന്ദർശിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. ഇന്ന് ആരുണ്ട് ഒരു വിശന്നവൻ ആഹാരം കൊടുത്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഞാനുണ്ട്. ഇന്ന് ആരുണ്ട് ഒരു ജനാസയെ അനുഗമിച്ചത്? ഞാൻ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിൽ ഒരിക്കൽ വളരെ അവിചാരിതമായി, നാളെ ഇങ്ങനെ ചോദ്യം ചോദിക്കും എന്ന് നേരത്തെ അറിയിച്ചിട്ടാണെങ്കിൽ എല്ലാവരും ഉണ്ടാവും ആ കൂട്ടത്തിൽ, പക്ഷേ വളരെ അവിചാരിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഇന്ന് ഈ അമൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ അമലുകളെക്കുറിച്ചും ചോദിക്കുമ്പോൾ അതിലെല്ലാം മറുപടിയായിട്ട് ഞാൻ 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 എന്ന് പറയാൻ ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വർഗത്തിൻ്റെ എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും പൂർണ്ണൻ നന്മയുടെ കാര്യത്തിൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പൂർണ്ണത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. തബൂക്ക് യുദ്ധത്തിലേക്ക് വേണ്ടിയുള്ള വലിയ പിരിവ് നടത്തുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധിക്കുന്നവർ സാധിക്കുന്നത് പോലെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കാരണം ദീർഘമായ യാത്ര ചെയ്യാനുണ്ട്, അങ്ങ് റോമിലേക്ക് എത്താനുണ്ട്. മദീനയിൽ നിന്നും റോം വരെയുള്ള ദീർഘമായ യാത്രയാണ്, ദിവസങ്ങൾ നീളുന്ന യാത്രയാണ്, വലിയ സാമ്പത്തിക ചെലവ് വേണ്ടി വരും. റോമിലുള്ള ചില സംഘങ്ങളുടെ ഭാഗത്തു നിന്നും മദീനയിലേക്കൊരു അക്രമത്തിൻ്റെ സാധ്യതയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊതുവായ ഒരു രീതി അതാണ്, ഇങ്ങോട്ടാരെങ്കിലും ആക്രമിക്കാൻ സാധ്യത തോന്നിയാൽ ഒരു പണി അങ്ങോട്ട് പോയി കൊടുക്കുക എന്നുള്ളതാണ്, വരാൻ കാത്തിരിക്കാറില്ല. അങ്ങനെ അത് അങ്ങറ്റത്ത് ഉള്ള റോമക്കാരുടെ ഭാഗത്തു നിന്നാണ് മദീനയിലേക്ക് ഒരു പടനീക്കമുണ്ടാകാനുള്ള സാധ്യത എന്ന് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൈന്യത്തെ തബൂക്കിലേക്ക് അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ മദീനയുടെ ഏകദേശം സിറിയയുടെ അതിർത്തി പ്രദേശത്താണ് തബൂക്ക് വരിക. തബൂക്ക് പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ദീർഘമായ യാത്ര, അടുത്ത രാജ്യത്തിൻ്റെ ഒരു അതിർത്തിയായിട്ട് അത് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ പേരിൽ സാധിക്കുന്ന സമ്പത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ സമയം എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുള്ള സമയമാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഏതെങ്കിലും ഒരു അമലിൽ മുൻകടക്കണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. എന്ത് കാര്യം ചെയ്താലും ഞാൻ 2ാം സ്ഥാനത്തായി പോകും. അങ്ങനെ ഞാൻ കാത്തുന്ന ഒരു സമയം എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നതിനേക്കാൾ വലിയൊരു തുക എനിക്ക് കൊണ്ടുവരാൻ കഴിയും. ഇന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ മുൻകടക്കുമെന്ന് വലിയ പ്രതീക്ഷയിൽ ഞാനൊരു വലിയ തുകയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനത് കൊണ്ടുപോയി അങ്ങനെ നിൽക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയുണ്ട് എന്നല്ല നോക്കിയത്, എത്ര ഉണ്ട് എന്ന് നോക്കിയാൽ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ജയിക്കുമായിരുന്നു. പക്ഷേ റസൂൽ എന്ന് ചോദിച്ചത് ഇനി വീട്ടിൽ ബാക്കി എന്തുണ്ടെന്നാണ്. ആ ചോദ്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തോറ്റുപോയി. ഇനി എന്തുണ്ട് ഉമറെ ബാക്കി എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലൊരളവ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഇനി എന്തുണ്ട് അബൂബക്കറെ വീട്ടിൽ ബാക്കിയെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂലുഹു, വേറൊന്നും ഇനി വീട്ടിൽ ബാക്കിയില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ
ഒരു മനുഷ്യനും കഴിയില്ല. ഇനി അതിനു വേണ്ടിയിട്ട് ഞാൻ പണിയെടുത്തിട്ട് കാര്യവുമില്ല. അങ്ങനെ എല്ലാ നന്മകളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുക. അത് ആരോടുമുള്ള വാശി കൊണ്ടല്ല, അത് നന്മകളോടുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്തിയതാണ്. പിൽക്കാലത്ത് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അബൂബക്കർ അയ്യാഷ് പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനായത് ഒരുപാട് അമല് കൊണ്ടല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയ ചില തിരിച്ചറിവുകളുണ്ടായിരുന്നു. ആ തിരിച്ചറിവ് ലിഷൈഇൻ വഖറ ഫീ ഖൽബി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സീലടിച്ചതുപോലെ കയറിയ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹത്തെ നന്മയിൽ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിഞ്ഞില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ യാത്രയിൽ ഒപ്പം പോകണമെന്നുള്ളത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നബിയോട് ഹിജ്റയെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹുവിനു ചോദിക്കും. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയമായില്ല എന്ന് പറയും. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം നല്ല നട്ടുച്ച സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നല്ല നട്ടുച്ച സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാധാരണ അത്ര ഉച്ച സമയത്ത് ആരും പുറത്തിറങ്ങാറില്ല, അതിശക്തമായ ചൂടിൻ്റെ സമയമാണ്, എല്ലാവരും അകത്തായിരിക്കും. ഈ സമയത്ത് റസൂല് വരണമെങ്കിൽ ആരും കാണാതിരിക്കാൻ വേണ്ടിയുള്ള വരവാണ്, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാനുള്ളൊരു വരവാണ്. എന്തോ കാര്യമായ കാരണമുണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിജ്റയ്ക്കുള്ള അനുമതി വന്നിരിക്കുന്നു എനിക്ക്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, നബി അങ്ങയോടൊപ്പം വരാൻ എനിക്ക് അവസരം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്കാണ് അതിനുള്ള അനുവാദം എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സന്തോഷം കൊണ്ടൊരാൾ കരയുമെന്ന് ഞാൻ അറിയുന്നത് അന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കാരണം ഈ ഒരു പ്രതിസന്ധിയിൽ നബിയോടൊപ്പം യാത്ര ചെയ്യാൻ ഏറ്റവും വലിയ അപകടം പിടിച്ച ഒരു സന്ദർഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആ സമയത്ത് നബിയോടൊപ്പം യാത്ര ചെയ്യണം. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രം രണ്ടാൾ. നാട് മുഴുവൻ ആൾക്കാർ അന്വേഷണത്തിന് വേണ്ടി അയക്കും. എല്ലാ നിലയിലും നബിയോടൊപ്പമുള്ള യാത്ര ഏറ്റവും അപകടം പിടിച്ച യാത്രയാണ്. ആ സമയത്ത് പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ ഹിജ്റയുടെ യാത്രയിൽ, തങ്ങളോടൊപ്പം മദീനയിലേക്കുള്ള യാത്രയിൽ, എന്ന് മാത്രമല്ല അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാരാണ് ഹിജ്റയുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അസ്മാ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകനായിരുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അതുപോലെ ആമിർ ബിൻ ഫുഹൈറ എന്ന് പറയുന്ന അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒരു അടിമ, ഇങ്ങനെ പലരും കൂടെ ചേർന്ന് എല്ലാവരുടെയും പങ്കാളിത്തം ഹിജ്റയുടെ കാര്യത്തിലുണ്ട്. അത് വിശദമായൊരു വിഷയമാണ്. ഏതായാലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബവും അത് ഹിജ്റയ്ക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. മറ്റൊരു സംഭവം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ആൾക്കാർ അഥവാ മുർത്തദ്ദായ ആൾക്കാരുടെ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്ത നിലപാടാണ്. കുറേ ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി ഇസ്ലാമിൻ്റെ പുറത്തു പോയി. ഈ സമയത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ നിലപാട് ചരിത്രപരമാണ്. ആ നിലപാട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്നെടുത്ത നിലപാട് കൊണ്ടാണ് ഈ സമൂഹം കാലുറപ്പിച്ച് നിന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. റിദ്ദത്തുല്ല അബൂബക്കറില്ലഹ എന്ന് ഒരു ചൊല്ല് തന്നെയുണ്ട് അറബിയിൽ. അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ലെങ്കിൽ റിദ്ദത്ത് പരിഹരിക്കാൻ ആളില്ല എന്നാണ് അർത്ഥം. കാരണം അതിനെ പരിഹരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മദീനയിൽ വലിയ പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാകും. മുർത്തദ്ദുകൾക്കെതിരെ ഒരു യുദ്ധത്തിനിറങ്ങിയാൽ അത് മദീനയ്ക്ക് വലിയ അപകടമായി മാറുമെന്ന് പലരും അഭിപ്രായപ്പെട്ടു. അതേ സമയത്ത് തന്നെ ഉസാമ റളിയല്ലാഹുവിൻ്റെ ഒരു സൈന്യം, ഈ രണ്ട് കാര്യങ്ങൾ മദീനയിൽ മുസ്ലിമീങ്ങളുടെ കാലുറപ്പിച്ച രണ്ട് കാര്യങ്ങളാണ്. അത്ര കർശനമായ നിലപാട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തു. മുർത്തദ്ദുകളായ ആൾക്കാർക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുകയും അവരെ ഒന്നാകെ അമർച്ച ചെയ്യുകയും ആഭ്യന്തരമായ പ്രശ്നങ്ങളെ അതിശക്തമായ ഇടപെടലുകളിലൂടെ അമർച്ച ചെയ്ത് ഭരണത്തിന് ഒരു സ്ഥിരത ഉണ്ടാക്കി കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു നിലപാടാണ്. അതിനോടൊപ്പം മദീനയിൽ കാലുറപ്പിക്കുന്നു എന്നതിനോടൊപ്പം മദീനയുടെ പുറത്തു പോയി ഒരു
യുദ്ധത്തിനും മാത്രം മദീന ശക്തമാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇന്നത്തെ ഫലസ്തീൻ്റെ ആ ഭാഗത്തേക്ക് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ സൈന്യം ഒരല്പം യാത്ര ചെയ്തതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് അറിയുന്നതും സൈന്യം മടങ്ങി വരുന്നതും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായതിനു ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യാനുണ്ടായിരുന്ന ആദ്യത്തെ ജോലികളിൽപ്പെട്ടത് ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സൈന്യത്തെ നിയോഗിക്കുക എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സമയത്ത് ഈ സൈന്യത്തെ അയക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയമാണ്. പുറത്തു നിന്നുള്ള ശത്രുക്കൾ മദീനയിലേക്ക് ആക്രമിക്കാൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അക്രമത്തിന് വന്നാൽ വലിയൊരു സൈന്യത്തെ പുറത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനുണ്ടാകില്ല, പ്രതിരോധിക്കാൻ നമുക്ക് കഴിയില്ല, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അബൂബക്കറെ നിങ്ങളിപ്പോൾ ഒരു സൈന്യത്തെ നിയോഗിക്കരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വളരെ ധീരന്മാരായ ആൾക്കാർ വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനയിൽ എന്ത് സംഭവിച്ചാലും, മദീനക്കാരെ ആര് വന്ന് കൊത്തി കീറിയാലും, കഴുകന്മാർ വന്ന് കൊത്തി പറിച്ചുകൊണ്ട് പോയാലും അള്ളാഹുവിൻ്റെ റസൂല് നടപ്പിലാക്കിയ കാര്യത്തിൽ ഞാൻ പുറകോട്ടില്ല. അത് നടപ്പിലായേ പറ്റൂ. അള്ളാഹുവിൻ്റെ റസൂല് നിയോഗിച്ചതാണെങ്കിൽ അത് ആ സംഘം മദീന വിട്ട് യാത്ര ചെയ്തേ മതിയാകൂ. ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്, ആ സംഘത്തിൻ്റെ, ആ സൈന്യത്തിൻ്റെ യാത്ര, ഇസ്ലാമിക സംഘത്തിന് മദീനയിൽ നൽകിയത് ചുവടുറപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. കാരണം റസൂല് വഫാത്തായ ഉടനെ തന്നെ ഒരു വൻ സംഘം നാട് വിട്ടു പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇവരത്ര ശക്തരാണ്, ഇവർ ഒട്ടും ദുർബലരല്ല. മദീനയിൽ അതിനേക്കാൾ വലിയ ആൾക്കാരുണ്ടാകുമെന്ന ഭയത്താൽ മദീനയുടെ പരിസരത്തേക്ക് അടുക്കാൻ കഴിയാത്തിടത്തോളം ഭയം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കൊടുത്ത സംഭവമായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘം മദീനയിൽ നിന്നും യാത്രയായതെന്ന്. മറ്റൊന്ന്, സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു സംഘം പ്രശ്നക്കാർ. ആ സംഘത്തിനോടും അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ചു. അവരെയും അടക്കി ഒതുക്കി മര്യാദയ്ക്ക് നിർത്തി. എന്ന് വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ശാന്തനായ മനുഷ്യൻ എന്ന് നമുക്ക് തോന്നും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വർത്തമാനവും ഇടപെടലും എല്ലാം ഒരു കരുണയും സ്നേഹവും ആർദ്രതയും എല്ലാം ഉള്ളൊരു മനുഷ്യൻ്റെ വർത്തമാനങ്ങളാണ്, അങ്ങനത്തെ ഇടപെടലാണ്. പക്ഷേ ഒരു ധീരനായ ഭരണാധികാരിയെ ആവശ്യം വന്ന സമയത്ത് ധീരമായ ഇടപെടലുകളാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെല്ലാം. ഇത്തരം സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള വളരെ പ്രധാനികൾ അബൂബക്കർ റളിയല്ലാഹുവിനെ ഉപദേശിച്ചു നോക്കി, ഇപ്പോൾ ഈ വിഷയത്തിൽ കടുത്ത നടപടിക്ക് പോകണ്ട എന്ന്. അബൂബക്കർ റളിയല്ലാഹുവിന് പറഞ്ഞു, നബിയുടെ കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുത്തിരുന്ന സമയത്ത് ആ സക്കാത്തിൻ്റെ മൃഗത്തിൻ്റെ കഴുത്തിലുള്ള കയറ് കൊടുക്കാതെ പോകുന്നവനെതിരെ ഞാൻ നടപടിയെടുക്കും. റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഒരു അമല് എങ്ങനെ നിലനിന്നോ അതങ്ങനെ തന്നെ നിലനിന്നേ പറ്റൂ. അയൻഖുസുദ്ദീനു വ അന ഹയ്യുൻ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ റസൂല് ലോകത്ത് കാണിച്ചു തന്ന ഒരു അമലിന് കുറവ് വരികയോ സാധ്യമേയല്ല. ഒരു വിട്ടുവീഴ്ചയും ആ വിഷയത്തിലില്ല. സക്കാത്തിൻ്റെ മുതലായി കൊടുക്കുന്ന മൃഗത്തിൻ്റെ കഴുത്തിലുള്ള കയറ് പോലും അതും കൊടുത്തവർ അതഴിച്ചിട്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് വെച്ചാൽ റസൂല് പഠിപ്പിച്ച കർമ്മങ്ങളുണ്ട്, അത് ദുർബലപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. നിലപാട് കർശനമായിരുന്നു. ആ കർശനമായ നിലപാടിൻ്റെ ഫലം എന്തായി എന്ന് വെച്ചാൽ മദീന സുരക്ഷിതമായി, മദീന ശക്തമായി. മദീനയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിപ്പിച്ച് ഉമറുൽ ഫാറൂഖിനെ പോലുള്ള ഒരു അസാധാരണനായ ഭരണാധികാരി വരുമ്പോൾ ധൈര്യമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ മദീനയിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വേര് ഉറപ്പിച്ചു കൊടുത്തത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ നിലയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ 2 വർഷത്തെ ഖിലാഫത്തിനെ നമ്മൾ എടുക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടം ഒരു വലിയ സംഭവ ബഹുലമായ കാലഘട്ടമാണ്. എന്നാൽ അതിനെയെല്ലാം ഏറ്റവും ഉചിതമായ നിലയിൽ നേരിട്ട അല്ലെങ്കിൽ കൈകാര്യം ചെയ്ത ഒരു ചരിത്രവുമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഞാൻ പറഞ്ഞു വന്നത്, വ്യക്തിപരമായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എടുത്താൽ എല്ലാ നന്മകളിലും
ഒപ്പം ഓടി നടന്ന മനുഷ്യനാണ് അബൂബക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എല്ലാ നന്മകളിലും, വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ നന്മകളിലും, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദ പ്രചരണം ഉണ്ടായത്, മിസ്തഹ് ബിൻ അസഅസ എന്ന് പറയുന്ന സഹാബിക്ക് ആ അപവാദ പ്രചരണത്തിൽ പങ്കാളിയായതുകൊണ്ട് ഞാൻ ഇനി ചെലവ് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബ എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങിയത്. ആ സമയത്ത് അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, എന്തേ അള്ളാഹു നിങ്ങൾക്ക് മഗ്ഫിറത്ത് തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്നാണ് അള്ളാഹു തആല ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് എനിക്ക് വേണം, അതുകൊണ്ട് ഇനിയും ഞാൻ മിസ്തഹിന് കൊടുത്തുകൊണ്ടിരുന്ന അങ്ങനെ തന്നെ കൊടുക്കും. ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുത്തപ്പോൾ അള്ളാഹു പറഞ്ഞു അബൂബക്കറിൻ്റെ തീരുമാനം തിരുത്തണമെന്ന്. അത്രമേൽ വ്യക്തിപരമായി നന്മ ആഗ്രഹിക്കുകയും നന്മകൾ വാരി കൂട്ടി ചെയ്യുകയും ചെയ്ത ആളാണ്. എന്നാൽ റസൂലിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് എടുത്ത ഒരു നിലപാട്, അതിനുശേഷം ഖലീഫ, അതിനുശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ ഇത്തരം സന്ദർഭങ്ങളിൽ എടുത്ത നിലപാട്, ഇതിലൂടെയെല്ലാം ആ അസാധാരണമായ മനുഷ്യൻ്റെ മനക്കരുത്ത്, ധീരത, തൻ്റെ ഇടം, ആത്മാർപ്പണം, ആത്മവിശ്വാസം ഇതെല്ലാം പ്രകടമാകുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് രോഗം തുടങ്ങുന്നത്, അദ്ദേഹം ഒരു പ്രാവശ്യം നല്ല തണുപ്പുള്ള ദിവസത്തിൽ കുളിച്ചു. ആ കുളി പനിയായിട്ട് മാറി. അങ്ങനെ അദ്ദേഹത്തിന് ശക്തമായ പനി, കുറേ ദിവസങ്ങൾ അങ്ങനെ പനിയായിട്ട് അദ്ദേഹം കിടന്നു. ആ സമയത്ത് ജമാഅത്തിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ജമാഅത്തിന് നേതൃത്വം കൊടുത്ത് നമസ്കരിച്ചു. ആ ഒരു ദിവസം ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഒരു ഡോക്ടറെ വിളിച്ചാലോ, ഡോക്ടർ വന്ന് നോക്കട്ടെ, ചികിത്സിക്കട്ടെ. അപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഡോക്ടർ വന്നിരുന്നു, എന്നെ കണ്ടിരുന്നു എന്ന് മാത്രമാണ് അതിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു അലം. ഡോക്ടർ ഇന്ന തബീബ ഖദ് റആനി, ഡോക്ടർ വന്ന് എന്നെ കണ്ടിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിൻ്റെ ദിവസമായിരുന്നു അത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ തന്നെ അള്ളാഹുവിലേക്ക് യാത്രയായി. ജുമാദ സാനിയ അഥവാ ജുമാദുൽ ഊല ജുമാദ് സാനിയയിൽ 23 മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. 2 വർഷവും 3 മാസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടം. മരണപ്പെടുന്ന സമയത്ത് മകൾ ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ ഭക്തിമാരിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹ മകളായിരുന്നല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മകളോട് പറഞ്ഞു, ഉൻദുരി സൗബി ഹാജ, എൻ്റെ ഈ വസ്ത്രം നീ എടുക്കണം, എന്നിട്ട് അതിനെ നന്നായിട്ട് കഴുകണം. വജഅലി മഅഹു സൗബൈനി ആഖിറൈനി ലിതകൂന കഫനൻ ലി, അതിൻ്റെ കൂടെ 2 വസ്ത്രവും കൂടെ ചേർത്തിട്ട് ആ തുണിയിൽ എന്നെ കഫൻ ചെയ്യണം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളോട് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നമുക്ക് പുതിയൊരു കഫൻ വാങ്ങാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി വളരെ അർത്ഥവത്താണ്. ഇന്നൽ ഹയ്യ അഹ്വജു മിന്നി ഇലൽ ജദീദ്, പുതിയത് ധരിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരല്ലേ, മരിച്ചവർക്ക് എന്തിനാണ് പുതിയത്? അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച പഴയത് തന്നെ മതി എനിക്കെന്ന് പറഞ്ഞ് ആ വസ്ത്രം, പഴയ വസ്ത്രങ്ങളെടുത്ത് കഴുകിച്ച് ആ കഴുകിയ പഴയ വസ്ത്രത്തിൽ ഖലീഫത്തുൽ മുസ്ലിമീൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മറവ് ചെയ്തു. ഇന്നമാ യസീറുൽ മയ്യിത്തു ഇല തുറാബി വസ്സദീദ്, മയ്യത്ത് പോകാനുള്ളത് മണ്ണിലേക്കാണ്, ചീഞ്ഞ് അഴുകാനുള്ള മയ്യത്താണിത്. അത് പുതിയ വസ്ത്രത്തിൽ മറവാടേണ്ട ഒരു കാര്യമില്ല. പുതിയതൊക്കെ ജീവിച്ചിരിക്കുന്നവർ ഉപയോഗിക്കട്ടെ, മരിച്ചവർക്ക് അങ്ങനെയുള്ള വസ്ത്രം മതി എന്ന് പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പഴയ ഒരു വസ്ത്രത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്തു. സംഭവബഹുലമായ ഒരു വലിയ ജീവിതം, എല്ലാ വിഷയത്തിലും ആത്മാർത്ഥത പുലർത്തിയ, നബിയോടൊപ്പം എല്ലാ കാര്യത്തിലും ചേർന്ന് നിന്ന, നബിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, എന്നോടുള്ള സഹവാസം കൊണ്ട് എന്നോട് ഏറ്റവും ഉപകാരം ചെയ്തത്, സമ്പത്ത് കൊണ്ട് എന്നോട് ഏറ്റവും ഉപകാരം ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ഉപകാരത്തിന് എനിക്കൊരിക്കലും തിരിച്ച് ചെയ്യാൻ കഴിയില്ല. എനിക്ക് തിരിച്ച് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും എനിക്ക് കിട്ടിയ ഉപകാരങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവസാന ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയാൻ നമ്മൾ ബാക്കിയാക്കിയത് തന്നെ ആ ഒരു പ്രത്യേകമായ ജീവിതത്തെ നമ്മളൊന്നറിയാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഖിതാമുഹു മിസ്കുൻ എന്ന് പറയുന്നത് പോലെ അവസാനം പറയേണ്ടത് ഒരു വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് തോന്നിയതുകൊണ്ടാണ്. കാരണം എല്ലാ നന്മകളിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു മുമ്പിലുണ്ടാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ഖുർആൻ്റെ ചരിത്രം വായിച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു കാര്യത്തിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു പിറകിലല്ല. ഇങ്ങനെ എല്ലാ നന്മകളെയും തേടി പിടിച്ച് നടന്ന ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൻ്റെ 8 വാതിലിലൂടെയും അല്ലാഹു തആല അദ്ദേഹത്തെ വിളിക്കും. നമ്മളെ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൻ്റെ ഒരു വാതിലിലൂടെയെങ്കിലും വിളിക്കപ്പെടണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരുന്നാൽ നമ്മുടെയൊക്കെ നന്മകളിൽ അമലു സാലിഹാത്തുകളിൽ ഇനിയും ജീവനുണ്ടാവും. ഇഖ്ലാസ്, ആത്മാർത്ഥതയുണ്ടാവും. ഇഖ്ലാസിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു ഉദാഹരണം പ്രവാചകന്മാർ കഴിഞ്ഞാൽ പറയാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നന്മയ്ക്കും പ്രവാചകന്മാർ കഴിഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ വേറൊരു ഉദാഹരണം പറയാനില്ല. അങ്ങനത്തെ വലിയ മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ അമലുകളും ചെയ്ത് എല്ലാ സ്വർഗവാതിലുകളിലൂടെയും വിളിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു അമലെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടാകണം. ജീവിതത്തിൽ വിടാതെ കൃത്യമായി പാലിക്കുന്ന, എല്ലാവർക്കും എല്ലാ അമലുകളും സാധ്യമാകില്ല. നമുക്കറിയാലോ സഹാബാക്കളുടെ ചരിത്രത്തിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു ജിഹാദിൽ തന്നെയായിരുന്നു, യുദ്ധമൈതാനത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹം അങ്ങനത്തെ ഒരു പ്രകൃതവും അങ്ങനത്തെ ഒരു വ്യക്തിയുമാണ്. ജിഹാദിൻ്റെ വാതിലിലൂടെ ഖാലിദ് റളിയല്ലാഹു അൻഹു വിളിക്കപ്പെടും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്. ഇങ്ങനെ ഓരോരോ സഹാബാക്കൾ അവർക്ക് കിട്ടിയ കാര്യങ്ങളെ അവർ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നന്മകൾ അവർ മുറുകെ പിടിച്ചിട്ടുമുണ്ട്. ഏതെങ്കിലും ഒരു നന്മ, എല്ലാ നന്മകളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു മുറുകെ പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു നന്മയെങ്കിലും മുറുകെ പിടിക്കാൻ കഴിയണം. ചില ആൾക്കാരുണ്ടാവും, അവർക്ക് എത്ര വൈകി കിടന്നാലും ഒരു 3 മണിക്ക് എണീക്കാൻ ഒരു പ്രയാസമില്ല. അവർ 3 മണിയാകുമ്പോൾ എഴുന്നേക്കും, നമസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ദ്വാരക്കും. ഇങ്ങനെ ഒരു തരം ജീവിതം, അത് ഒരു പ്രത്യേക അനുഗ്രഹമാണ്. വലിയ സൗഭാഗ്യം കിട്ടിയ മനുഷ്യരാണവർ. അങ്ങനെ നമുക്കാകാൻ കഴിഞ്ഞാൽ, ഒരു വക്ത് ഈ അടുത്തൊരു സുഹൃത്ത് ഒരു വർത്തമാനത്തിൻ്റെ ഇടയിൽ പറഞ്ഞു, ഒരു മസ്ജിദിൻ്റെ അടുത്ത് ഒരു ഷോപ്പുണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം നമസ്കാരത്തിൻ്റെ ബാങ്ക് വന്നാൽ ഉടനെ പള്ളിയിലേക്ക് ഇറങ്ങിപ്പോവും, നമസ്കരിക്കും, മടങ്ങി വരും. അതിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ലായിരുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. റോഡിൻ്റെ വികസനം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഷോപ്പ് നഷ്ടപ്പെട്ടു പോയി. അത്യാവശ്യം പൈസ, സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ആളാണ്. മകൻ ഉപ്പയുടെ ഷോപ്പ് നഷ്ടപ്പെട്ടത് കൊണ്ട് വേറൊരു ബിസിനസ് പുറത്തേക്ക്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ ബിസിനസ് വളരുന്ന ഒരു സമയമാണല്ലോ. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ വിശ്വസ്തനായ ഒരാൾ പറയാണ്, ഈ മകൻ പറഞ്ഞതായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞാണ്. ഉപ്പയെ സ്വപ്നത്തിൽ കണ്ടു. ഉപ്പ വന്നിട്ട് പറഞ്ഞു, മോനെ, നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു കച്ചവടവും നിനക്ക് വേണം. നമസ്കാരത്തിൻ്റെ ജമാഅത്ത് ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടം ചെയ്താൽ മതി. നമസ്കാരത്തിന് നീ മുറുക്ക പിടിച്ചോ. അതുകൊണ്ട് കിട്ടുന്ന സൗഭാഗ്യം അത് എത്രയാണെന്ന് പറയാൻ കഴിയില്ല എന്ന് ഉപ്പ മകനെ ഉപദേശിക്കാൻ സ്വപ്നത്തിൽ വന്നത് ആ മകൻ പറഞ്ഞതൊരാളിനോട് നേരിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ഇതൊരു വലിയ സൗഭാഗ്യമാണ്. നമ്മളുടെ ഷോപ്പുകളുടെ അടുത്തൊരു മസ്ജിദ് ഉണ്ടെങ്കിൽ ബാങ്ക് കേൾക്കുമ്പോൾ അതിന് തൽക്കാലം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ഒഴിവ് കൊടുത്തിട്ട് കറക്റ്റ് പള്ളിയിലെത്തി ഒന്നാമത്തെ സഫിൽ തന്നെ നമസ്കരിച്ചിട്ട് തിരിച്ചു പോകുന്ന ആ മനുഷ്യൻ ജീവിതം മുഴുവൻ ഇത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അയാൾ അല്ലാഹ് കൈയൊഴിക്കുകയില്ല, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു നന്മ നമുക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്.
അപ്പം നമസ്കാരത്തിൽ ഒരു പക്ഷേ നമുക്കത് കഴിയും. വേറെ ചില ആൾക്കാരുണ്ട്, നോമ്പ് പിടിക്കാൻ അവർക്ക് ഒരു പ്രയാസവും ഇല്ല, എത്രയും നോമ്പ് പിടിക്കും. വ്യാഴാഴ്ചകളിൽ നോമ്പ്, തിങ്കളാഴ്ചകളിൽ നോമ്പ്, അയ്യാമുൽ ബീദത്തിയാൽ നോമ്പ്, ഇങ്ങനെ നോമ്പ് പിടിക്കാൻ ഒരു പ്രയാസമില്ല. എത്രയും നോമ്പ് പിടിക്കുന്ന ആൾക്കാർ വലിയ സൗഭാഗ്യവാന്മാരാണ് അവർ, വലിയ ഭാഗ്യവാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ വിടാതിരിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒരു മോഡലായി നമ്മുടെ മുമ്പിൽ വെച്ചാൽ അത് നമുക്ക് എളുപ്പമാണ്. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു സദഖയുടെ കാര്യത്തിലും മുമ്പിലാണ്. ആരെങ്കിലും ഒരാൾ ചോദിച്ചു വന്നാൽ ഒരിക്കലും നിരാശനാക്കി ഒരാളെ വിടരുത് എന്ന് തീരുമാനിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരുടെ സദഖകൾ ഒരു പക്ഷേ നാട്ടുകാരറിഞ്ഞോളണമെന്നില്ല, പരസ്യപ്പെട്ടോളണമെന്നില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ കൈ നീട്ടിയാൽ ആ മനുഷ്യനെ ഞാൻ നിരാശനാക്കില്ല, അയാൾക്ക് എന്തെങ്കിലും ഞാൻ കൊടുത്തിരിക്കും. ഒരു മനുഷ്യൻ്റെ പ്രയാസമറിഞ്ഞാൽ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ കൊടുക്കും എന്ന് തീരുമാനിക്കുന്ന മനുഷ്യനുണ്ട്. അത് സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഗുണം നമുക്ക് കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് നമുക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ